അപ്പോൾ നമ്മളുടെ ടാർഗറ്റ് ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തംബ്ലൈനിൽ കണ്ട പോലെ ഇന്നത്തെ ദിവസം 21 വെനസ്ഡേ ബാങ്ക് നിഫ്റ്റി എക്സ്പയറിയിൽ നമുക്ക് കിട്ടിയ ഒരു സൂപ്പർ ട്രെൻഡിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൂടി ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടിരുന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് ICT മാർക്കറ്റ് മേക്കേഴ്സ് സീരീസ് ആണ്. ഓക്കെ, ഇവിടെ ടോട്ടലി നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ, ഓക്കെ, നമ്മളൊരു റീറ്റെയിൽ കോൺസെപ്റ്റ് അല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ICT മാർക്കറ്റ് മേക്കേഴ്സ് സീരീസിൽ ഇവിടെ നമ്മളുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ മാനിപ്പുലേറ്റീവ് സ്റ്റേജ് ദെൻ കൺസിഡർ ദ എൻട്രി. ഓക്കെ, നമ്മൾ മാനിപ്പുലേഷൻ എന്ന് ഒരുപാട് പ്രാവശ്യം നിങ്ങൾ 1, 2, 3, 4 കണ്ട ആളുകൾക്കാണെങ്കിൽ അറിയാം എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, മാനിപ്പുലേഷൻ്റെ ലോജിക്ക് എന്താണെന്നെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ആ മാനിപ്പുലേറ്റീവ് സ്റ്റേജ് ഐഡൻറ്റിഫൈ ചെയ്ത് മാനിപ്പുലേഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ആക്ച്വലി നമ്മളുടെ എൻട്രി എന്ന് വെച്ചാൽ മാർക്കറ്റ് മേക്കേഴ്സിന് അവരുടെ ഫുട് പ്രിൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഐഡൻറ്റിഫൈ ദ മാനിപ്പുലേറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്താണ് നേരെ വീഡിയോയിലേക്ക് പോവാം. അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇന്നത്തെ ദിവസം ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആണെന്ന് നമുക്ക് വന്ന ആ ട്രേഡിൻ്റെ ലൈവ് ട്രേഡ് ലോജിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ദയവ് ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇപ്പം ഒരു 3 സ്ലൈഡിൽ കാര്യങ്ങൾ പറയും. ആ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആ ഒരു പ്രസൻറ്റേഷൻ കാണാൻ. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് മാനിപ്പുലേഷനാണ്. നമ്മൾ ICT മാർക്കറ്റ് മേക്കേഴ്സ് സീരീസ് 4ൽ കറക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് മാനിപ്പുലേഷൻ എന്താണ്. മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, മാനിപ്പുലേറ്റ് ചെയ്യുന്ന വ്യക്തി ആരാണ്, അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ആ ഒരു ഗെയിനിന് വേണ്ടിയിട്ട് മാർക്കറ്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് മാർക്കറ്റ് മാനിപ്പുലേഷൻ. ഓക്കെ, നിങ്ങൾ ആലോചിക്കുക, ഇന്ത്യൻ മാർക്കറ്റിനെ അല്ലെങ്കിൽ നിഫ്റ്റി 50 ബാങ്ക് നിഫ്റ്റി ഇതിനൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയ്ക്കും ഹ്യൂജ് ഫണ്ട് ആരെ കയ്യിലാണോ ഉള്ളത് അവർക്കേ മാനിപ്പുലേഷൻ ചെയ്യാൻ പറ്റൂ. ഓക്കെ, കാരണം എന്താണ്, ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് താഴേക്ക് ചെയ്യാനുണ്ടാവും, ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് മുകളിലേക്ക് ചെയ്യാനുണ്ടാവും. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്, അവർ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ആ എൻട്രി എടുത്തത് എക്സിറ്റ് വരെ എത്തുന്നത് വരെയുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ ഓപ്പോസിറ്റ് വ്യൂ പോവുകയാണെങ്കിൽ അതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള രീതിയൊക്കെ അവർ ഏറ്റെടുക്കും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് മാനിപ്പുലേഷൻ ചെയ്യുന്നത് ആദ്യം എന്തിനാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ മനസ്സിലാക്കുക, FIS ആയാലും DIS ആയാലും ഒരുപാട് FISും ഒരുപാട് DISും ഉണ്ട്. നമ്മളെ പോലെ തന്നെ എന്താണ് ചെറിയ റീറ്റെയിലേഴ്സും വലിയ റീറ്റെയിലേഴ്സും പ്രൊഫഷണൽസും അതുപോലെ തന്നെ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇതുപോലെ എന്താണ് ടൈപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ചെറിയ റിസ്ക് എടുക്കുന്നവർ, മീഡിയം റിസ്ക് എടുക്കുന്നവർ, ഹയർ റിസ്ക് എടുക്കുന്നത്, ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരെ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ മാനിപ്പുലേഷൻ ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് ഓർഡർ പഞ്ച് ചെയ്യാനാണ് ആദ്യത്തെ മാർക്കറ്റ് മാനിപ്പുലേഷൻ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ബൈ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലെ 1 ലോട്ട് 2 ലോട്ടൊന്നും ആയിരിക്കില്ല, ഒരുപാട് ലോട്ട്. കാരണം ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ആയിരിക്കും വാങ്ങുക. അപ്പോൾ ബൾക്ക് ക്വാണ്ടിറ്റി വാങ്ങുന്ന സമയത്ത് എന്താണ് മാർക്കറ്റിൽ അത്രത്തോളം ഓർഡേഴ്സ് അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, അവർക്ക് ബൈ ആണ് ചെയ്യണമെങ്കിൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് സിമ്പിളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ബൈ ചെയ്യണമെങ്കിൽ, ഓക്കെ, ഒരു 10 ലാക്ക് ബൈ ചെയ്യണമെങ്കിൽ 10 ലാക്ക് സെല്ല് ചെയ്യാൻ അവിടെ ഓർഡർ വേണം, അല്ലെങ്കിൽ ബൈ ചെയ്യണമെങ്കിൽ 10 ലാക്ക് സെല്ല് വേണം. ഓക്കെ, ഈ സെല്ല് മാർക്കറ്റിൽ ഇല്ലെങ്കിൽ എന്താണ്, സെല്ല് ഓർഡേഴ്സ് എവിടെയാണുള്ളത് അവിടേക്ക് പ്രൈസിനെ താഴ്ത്തും. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ആണ് ചെയ്യുന്നതെങ്കിൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന്, അല്ലെങ്കിൽ മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ നിന്ന് പ്രൈസിനെ താഴ്ത്തുന്നത് എന്തിനാണ്, അവർക്ക് വേണ്ട സെൽ ഓർഡേഴ്സ്. കാരണം എന്താണ്, അവർക്ക് സെൽ ഓർഡേഴ്സ് ഹണ്ട് ചെയ്താലേ അവർക്ക് ബൈ ഓർഡേഴ്സായിട്ട് ആ സെൽ ഓർഡേഴ്സിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ, മനസ്സിലാക്കുക, അവർ ബൈയിങ് ആണ് അവരുടെ ഇൻറ്റൻ്റ് എങ്കിൽ പ്രൈസിനെ താഴ്ത്തും. ഓക്കെ, പ്രൈസിനെ ബ്രോട്ട് ഇറ്റ് ഡൗൺ, താഴേക്ക് കൊണ്ടുവരും. എന്തിനാണ് താഴേക്ക് കൊണ്ടുവരുന്നത്,
താഴെയുള്ള റീറ്റെയിലേഴ്സ് ബൈ ചെയ്ത അവരുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള സെൽ ഓർഡേഴ്സ് കളക്ട് ചെയ്ത് അതിനെ ബൈ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് താഴേക്ക് പോകുന്നത്. അതുപോലെ താഴേക്ക് പോകുമ്പോൾ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഉള്ളതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ അവർക്ക് കിട്ടും. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് പ്രൈസിനെ താഴേക്ക് കൊണ്ടുവരുന്നത്. എപ്പം? ആഫ്റ്റർ ബൈ ചെയ്യുന്നതിന് മുന്നേ പ്രൈസിനെ താഴേക്ക് കൊണ്ടുപോകുന്നത്. 2 എന്ന് പറയുന്നത് എന്താണ്? മാനിപ്പുലേഷൻ ചെയ്യാനുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ എക്സിസ്റ്റിംഗ് ഓർഡേഴ്സ്, ഇപ്പോൾ അവരൊരു ഓർഡറിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സിറ്റ് എത്തുന്നവരെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ടാർഗറ്റ് ലെവൽസ് ആയിരിക്കും അവർക്കുണ്ടാവുക. അപ്പോൾ ആ ടാർഗറ്റ് എത്തുന്നത് വരെ, ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത് വരെ, ആ ഒരു TP അച്ചീവ് ചെയ്യുന്നത് വരെ എന്താണ്? ഇപ്പോൾ ഇവിടെ നിന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എൻട്രി എടുത്താൽ അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിൽ അവിടെ എത്തുന്നത് വരെ മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസ് താഴേക്ക് വരികയാണെങ്കിൽ അതിനെയൊക്കെ എന്താണ്? ഇവിടെയൊക്കെ ഓരോ ലെഗ് വെച്ച് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടുന്ന് താഴേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കും മാർക്കറ്റ് താഴേക്ക് വരും. ആക്ച്വലി താഴേക്ക് വരുന്നതല്ല. ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുക. മൂന്നാമത്തേതെന്ന് പറയുമ്പോൾ എന്താണ്? മാർക്കറ്റ് മാനിപ്പുലേഷൻ ചെയ്യുന്നതിൻ്റെ നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻ്റൽ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ. മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻ്റൽ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ ബൈ സെനാരിയോ തന്നെയാണ് സെൽ സെനാരിയോ എന്ന് പറയുന്നത്. സെല്ലാണ് ചെയ്യേണ്ടെങ്കിൽ 10 ലാക്ക്, സെല്ലാണ് ചെയ്യേണ്ടെങ്കിൽ 10 ലാക്ക് ബൈ വേണം. അപ്പോൾ എന്ത് ചെയ്യും? സെല്ലാണ് ചെയ്യുന്നതെങ്കിൽ പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകും ആദ്യം. എന്തിനാണ്? ടു കളക്ട് ദ ബൈ ഓർഡേഴ്സ്. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് ആ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിനെ എല്ലാം കൂടി ഇവരുടെ സെൽ ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്ത് താഴേക്ക് കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ എപ്പിസോഡ് 1, എപ്പിസോഡ് 2, എപ്പിസോഡ് 3, എപ്പിസോഡ് 4 വീഡിയോ സീരീസ് കാണാം. ICT ഫൗണ്ടേഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ICT മാർക്കറ്റ് സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ചെയ്തിട്ടുണ്ട്. ICT സ്വിംഗ് ട്രേഡിംഗ് സീരീസ് എന്ന് പറഞ്ഞിട്ടും ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ഹൈ വർത്തിയായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ മാർക്കറ്റ് മാനിപ്പുലേഷൻ നമ്മൾ ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. നെക്സ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡിറ്റി ഹണ്ട്, അതുപോലെ ലിക്വിഡിറ്റി ക്രിയേഷൻ. ഇതും നമ്മൾ എപ്പിസോഡ് 4 വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. അതിന് ഒന്നുകൂടി റിമൈൻസ് ചെയ്യിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു സെഷൻ്റെ എപ്പിസോഡ് 5ൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ലിക്വിഡിറ്റി ഹണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ലിക്വിഡിറ്റി ഹണ്ട് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ്? ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി ഹണ്ട്. കാരണം ലിക്വിഡിറ്റി സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെല്ല് ചെയ്തവൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് ബൈ ഓർഡർ, ബൈ ചെയ്തവൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് സെൽ ഓർഡർ. ഇത് രണ്ടും പെൻഡിങ് ഓർഡറാണ്, റെസ്റ്റിംഗ് ഓർഡറാണ്. ആദ്യം എന്ത് ചെയ്യും? ഇവർക്ക് ലിക്വിഡിറ്റി ആവശ്യമുണ്ടെങ്കിൽ ആദ്യം ലിക്വിഡിറ്റി ഹണ്ട് ചെയ്യും. ബൈ ആണ് ചെയ്യുന്നതെങ്കിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യും. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അപ്പോൾ അതുകൊണ്ടാണ് പ്രൈസ് താഴേക്ക് വരുന്നത്. സെല്ലാണ് ചെയ്യുന്നതെങ്കിൽ മുകളിലേക്ക് പോയിട്ട് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യും. അപ്പോൾ എന്താണ്? അതാണ് ലിക്വിഡിറ്റി ഹണ്ട് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി ഹണ്ട് ചെയ്യുക. അപ്പോൾ എന്താണ്? ഒരു 10 ലാക്ക് ക്വാണ്ടിറ്റിയാണ് ഒരു 10 ലാക്ക് ലോട്ടാണ് അവർ ബൈ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റിൽ കൂടുതൽ സെൽ ഓർഡേഴ്സ് ഉള്ള ഏരിയ എന്ന് പറയുമ്പോൾ താഴെ റീറ്റെയിലേഴ്സ് ബൈ ചെയ്ത് അവരുടെ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ചെയ്ത് പ്രൈസിനെ താഴേക്ക് ഇറക്കും. ഈ താഴേക്ക് ഇറക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? പ്രൈസ് താഴേക്ക് പോവുകയാണ് എന്നാണ്. പക്ഷേ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി അവർ കൊണ്ടുവരുന്നതാണിത്. അത് നമുക്ക് പഠിക്കാം. അപ്പോൾ എന്താണ്? ആ ഒരു മാനിപ്പുലേറ്റീവ് ലെഗാണ് കാണുന്നത്. അതിനുശേഷം എന്താവും? അവിടെ നിന്ന് 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നെങ്കിൽ എന്താണ്? അവർക്ക് വേണ്ട ലിക്വിഡിറ്റി കിട്ടും. അവർക്ക് എത്രയാണോ ബൈ വേണ്ടത് അതിന് ഓപ്പോസിറ്റായിട്ട് ഓർഡർ മാച്ചിങ് ആണ് പറയുക. അവർക്ക് 10 ലാക്ക് ബൈ ആണ് ചെയ്യണമെങ്കിൽ അവിടെ 10 ലാക്ക് സെൽ ഓർഡർ ഉണ്ടെങ്കിൽ അവരുടെ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആവും. ഇൻ കേസ് ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടില്ല എന്ന് വിചാരിക്കുക, താഴേക്ക് കൊണ്ടുവന്നിട്ട് ഓർഡർ എക്സിക്യൂട്ട് ആയില്ലെങ്കിൽ അപ്പോഴാണ് ലിക്വിഡിറ്റി ക്രിയേഷൻ വരേണ്ടത്. ലിക്വിഡിറ്റി ക്രിയേഷൻ വരണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അവർക്ക് ബൈ ആണ് ചെയ്യേണ്ടത്. അവരുടെ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ബൈയിങ് ആണ്. അപ്പം എന്താണ്? അവർക്ക് എത്രത്തോളം ബൈ ചെയ്യണം അതിന് ഓപ്പോസിറ്റ് ഓർഡർ മാച്ച് ആവാൻ അത്രത്തോളം സെല്ലിങ് വേണം. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ലിക്വിഡിറ്റി ക്രിയേഷനിലാണ് നമ്മളുടെ പാറ്റേൺസ്, അതുപോലെ തന്നെ ഓരോ ക്യാൻഡിൽ സ്റ്റിക്സ്. കാരണം ഒരു റീറ്റെയിലർ ബൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവൻ പഠിച്ചു വെച്ചത്? ചാർട്ട് പാറ്റേൺസ്, ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ്, ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ, ഇതെല്ലാം അവിടെ ഇട്ട് കൊടുക്കും. അതിനുശേഷം എന്ത് ചെയ്യും? അവനെ ഇൻഡ്യൂസ് ടു ബൈ, അവനെ ബൈ ചെയ്യിച്ചുകൊണ്ട്
അവിടെ ബൈ ചെയ്തതിൻ്റെ സ്റ്റോപ്പ് ലോസ് എടുത്തും കൊണ്ട് പോകുന്ന ഒരു പരിപാടിയാണ് ഈ ലിക്വിഡിറ്റി ക്രിയേഷൻ. ലിക്വിഡിറ്റി ഹണ്ടൊക്കെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ഇതൊരു ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എപ്പിസോഡ് 4 പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യുന്ന ഒരു തരം വീഡിയോ ആണ്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞാൽ ലിക്വിഡിറ്റി ഹണ്ട്, ലിക്വിഡിറ്റി ക്രിയേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് നെക്സ്റ്റ് ഒരു സ്ലൈഡിലേക്ക് കൂടി പോവാം. AMD അഥവാ എന്താണ് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ആദ്യം ഒരു അക്യുമുലേഷൻ ഫേസ് ഉണ്ടാവും. ഓക്കെ, അക്യുമുലേഷൻ ഫേസ്. ഈ അക്യുമുലേഷൻ ഫേസിൽ എന്താണ് ബോത്ത് മുകളിലും താഴെയും ലിക്വിഡിറ്റി ആയിരിക്കും. മുകളിൽ ലിക്വിഡിറ്റി എന്താണ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയാൻ കാരണം നിങ്ങൾ നോക്കുക, ഇവിടെയൊക്കെ താഴേക്ക് എന്താണ് ചെയ്യുന്നത്, താഴേക്ക് വന്ന സെല്ലിൻ്റെ എല്ലാം സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള ബൈ ഓർഡർ ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ ബൈ ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ്, സെൽ ഓർഡർ ഇവിടെയുണ്ട്. ഓക്കെ, നിങ്ങൾ ആലോചിക്കുക, മാർക്കറ്റിന് ഇൻസ്റ്റിറ്റ്യൂഷന് മുകളിലേക്കാണ് പോകേണ്ടതെങ്കിൽ, ഓക്കെ, മാർക്കറ്റിന് മുകളിലേക്കാണ് പോകേണ്ടതെങ്കിൽ അഥവാ അവർക്കൊരു ലോങ് പൊസിഷനാണ് എടുക്കേണ്ടതെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇവിടെയല്ലേ, പ്രൈസിനെ താഴേക്ക് കൊണ്ടുവരും. ഓക്കെ, എന്താണ് പ്രൈസിനെ താഴേക്ക് കൊണ്ടുവരും. ഇത് ആക്ച്വലി എന്തിനാണ് താഴേക്ക് കൊണ്ടുവരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങൾക്കാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും പ്രൈസിനെ താഴേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് ഒരു ഡിസ്കൗണ്ട് പ്രൈസിന് കിട്ടും. ഓക്കെ, ഡിസ്കൗണ്ട് പ്രൈസിനുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയുള്ള സെൽ ഓർഡേഴ്സ്, ഇവിടെ നിന്നൊക്കെ ബൈ ചെയ്ത റീറ്റെയിലറുടെ ബൈ ഓർഡറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെൽ ഓർഡർ എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, ബൈ ഓർഡർ ആക്കിയിട്ട് മാർക്കറ്റിനെ പുഷ് ചെയ്യും. ഇതാണ് മാനിപ്പുലേറ്റീവ് സ്റ്റേജ്. അതിനുശേഷം എന്ത് ചെയ്യും, ഒരു കറക്ഷൻ താഴേക്ക് വരും. ഓക്കെ, അതിനുശേഷം ഇവിടെ നിന്നാണ് ആക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഇതിൻ്റെ ആക്ച്വൽ ഫോം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു അക്യുമുലേഷൻ ഫേസ് വരും. ഓക്കെ, അക്യുമുലേഷൻ ഫേസ്. അതിനുശേഷം എന്ത് ചെയ്യും, ഒരു മാനിപ്പുലേറ്റീവ് സ്റ്റേജ്. ഇതാണ് മാനിപ്പുലേറ്റീവ് സ്റ്റേജ്. അതിനുശേഷം എന്ത് ചെയ്യും, പ്രൈസ് താഴേക്ക് വന്ന് ഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഒരു സെൽ സെനാരിയോയിൽ എങ്ങനെയായിരിക്കും, അക്യുമുലേഷൻ, ബോത്ത് സൈഡിലെ ലിക്വിഡിറ്റി എന്താണ് പറയുന്നത്, സെല്ലിംഗ് ആണ് ചെയ്യുന്നത്. സെല്ല് ചെയ്യുമ്പോൾ എന്താണ്, ഓപ്പോസിറ്റ് ആയിട്ട് ഓർഡർ മാച്ച് ആവണമെങ്കിൽ ബൈ ഓർഡേഴ്സ് വേണം. ബൈ ഓർഡേഴ്സ് ഇവിടെയല്ല കിടക്കുന്നത്, ഇവിടെയാണ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കിടക്കുന്നത്. കാരണം ഇവിടെയൊക്കെ സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് പറയുന്നത് ഇവിടെയാണ്. പ്രൈസ് മുകളിലേക്ക് വന്നിട്ട് ഇത് കളക്ട് ചെയ്തിട്ട് താഴേക്ക് വരും. അതിനുശേഷം റിട്ടേൺ ടു ഒറിജിൻ, ഡിസ്ട്രിബ്യൂഷൻ, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പം ഞാൻ ഇനി കാണിച്ചു തരാൻ വേണ്ടി പോകുന്ന ഇന്നത്തെ 21/8/24 വെനസ്ഡേ ബാങ്ക് നിഫ്റ്റി എക്സ്പയറിൽ നിഫ്റ്റിയിൽ വന്ന അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ട്രേഡ് സെറ്റപ്പാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഈ വീഡിയോ മാർക്കറ്റ് ടൈമിൽ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് കുറച്ച് നേരം സൗണ്ട് ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്തും കൊണ്ടാണ് കാര്യങ്ങൾ കാണിക്കുന്നത്. അതിനുശേഷം അറ്റ് ദ എൻഡിങ് നമ്മൾ വോയിസോട് കൂടിയിട്ട് ലോജിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ ശ്രമിക്കുക. അതിൽ ഓരോന്നും ടൈപ്പ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യുക. അതുപോലെ എന്താണ് നിങ്ങളുടെ ആ ഒരു ചാർട്ടിൽ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ഓക്കെ.
Oo. ആ.
നമ്മളുടെ ടാർഗറ്റ് ഏകദേശം എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്ത ഈ ഒരു സ്ലൈഡിൻ്റെ ആ ഒരു ലോജിക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഏകദേശം സെറ്റപ്പ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വേണമെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം കൂടി നമ്മൾ ഇതിൻ്റെ ലോജിക്ക് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇത് മുഴുവൻ ഒന്ന് ഡ്രോയിങ്സ് റിമൂവ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഞാൻ ഇതുവരെ വോയിസ് ഇല്ലാതെ കണ്ടത് മനസ്സിലായല്ലോ. ലൈവ് മാർക്കറ്റിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇത് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ വോയിസ് ഓവർ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിന് ശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്താ ചെയ്യാണ്, ഈ ഡ്രോയിങ്സ് ഒന്ന് റിമൂവ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ വേണം നിങ്ങൾ ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്യാൻ. ഓക്കെ, ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാനിപ്പം ടോപ്പ് ഡൗൺ അനാലിസിൻ്റെ മുഴുവനായിട്ട് പറയുന്നില്ല, ടൈമിൻ്റെ പരിമിതി കൊണ്ട് തന്നെ നമുക്കൊരു 5 മിനിറ്റ് ചാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ആ ഒരു ഏരിയ. ഓക്കെ, ഇത് ജസ്റ്റ് ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലൈവ് മാർക്കറ്റിൽ ചെയ്യുന്നതാണ്, അല്ലാതെ ഡെഡ് ആയിട്ടുള്ള ഒരു ഇതിൽ റീപ്ലൈ അടിച്ച് കാണിക്കുന്ന ഒരു പ്രവർത്തനമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ദിവസം നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതാണ് നമ്മളുടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, എന്തുകൊണ്ടാണ് ഇതിന് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് പലർക്കും അറിയില്ല. കാരണം ഇവിടുന്ന് സെല്ലിങ് വന്നിട്ടുണ്ട്, ഇവിടുന്ന് സെല്ലിങ് വന്നിട്ടുണ്ട്. ഈ സെല്ല് ചെയ്ത ആളുകളുടെയൊക്കെ കോമൺ സ്റ്റോപ്പ് ലോസ് എന്താണ്? സെല്ല് ചെയ്ത ആളുകളുടെ കോമൺ സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ ആയിരിക്കും. അത് കോമൺ ആയിട്ടുണ്ടാവുക ഇതിന് മുകളിലാണ്. ഓക്കെ, അതിനെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അതുപോലെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എവിടെയാണുള്ളത്? ഇതാണ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ബൈയേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ലിക്വിഡിറ്റി ആണ്. കാരണം എന്താണ്, ഇവിടെ നിന്ന് ബൈ വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് ബൈ വന്നിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ ദിവസം ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇവിടെ നിന്ന് ബൈ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഈ ബൈ ചെയ്ത ആളുകളുടെയൊക്കെ കോമൺ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ഇതിൻ്റെ താഴെ കൊണ്ടുപോയിട്ട് കുറച്ച് ലോജിക്കുള്ളവൻ വെക്കുമോ? SL ഇത്രയും ലെവൽ ഇവിടെ വെക്കുമോ? അപ്പം അതുകൊണ്ടാണ് ഏതെങ്കിലും നമ്മളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി പോയിന്റ് മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങൾ നോക്കും, മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇതുപോലത്തെ ഒരു ബുള്ളിഷ് മറുബോസു ക്യാൻഡിൽ ക്ലോസ് വെച്ചിട്ടാണ് ആ ക്യാൻഡിൽ നിന്നത്. അപ്പോൾ എന്താണ്, പല ആളുകളും എന്താണ് ഇവിടെ തന്നെ ഒരുപാട് ആളുകളുണ്ട്. അതാണ് പറഞ്ഞത്, ഒരു കാരണവശാലും എടുക്കരുത്. നമ്മൾ ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്താൽ അതിലേത് ലിക്വിഡിറ്റിയാണ് എടുക്കുന്നത്, ആ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞതിന് ശേഷം എൻട്രി എടുക്കുക, നെക്സ്റ്റ് ലിക്വിഡിറ്റിനെ ടാർഗറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾ നോക്കൂ, ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ഓക്കെ, ഈ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ഈ ബൈയേഴ്സിൻ്റെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ക്യാൻഡിൽ എന്ന് പറയുന്നത് ഏതാണ്? ഈ ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ ഇവിടെ ഈ ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരൊറ്റ ക്യാൻഡിൽ അതിൻ്റെ താഴേക്ക് പോയില്ല? കാരണം എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെ AMD പഠിച്ച പോലെ അക്യുമുലേഷൻ ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ താഴെ ലിക്വിഡിറ്റി ഉണ്ടാവും. ബോത്ത് സൈഡ്, ഇതിൻ്റെ മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും. ഓക്കെ, അതിനുശേഷം എന്താണ്, പ്രൈസ് താഴേക്ക് വന്ന് മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തു. എന്താണ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് എവിടെയാണ്? ഇതാണ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തത് അല്ലേ? ഇതാണ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തത്. ഓക്കെ, ഇതിന് താഴെയുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അല്ല. കാരണം അവിടെ നിന്ന് ബൈ ചെയ്ത ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് എടുത്ത ആ സ്പൈക്ക് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പം എന്താണ്, നമ്മൾ ആ ക്യാൻഡിലിനെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. കാരണം മാനിപ്പുലേഷൻ നടന്ന ക്യാൻഡിൽ അല്ലെങ്കിൽ സ്വീപ്ഡ് ക്യാൻഡിൽ എന്നൊക്കെ പറയുന്ന പോലെ ഈ ക്യാൻഡിൽ, അതിനെയാണ് ആക്ച്വലി നമ്മൾ എന്താണ് റിഫൈൻ ചെയ്ത് എന്തുവാക്കിയത്, ഒരു ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് ആക്കി മാറ്റിയത്. അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞത്, അതിനുശേഷം പ്രൈസ് ഒന്ന് താഴേക്ക് വന്നിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകും. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പം ഞാൻ ഒന്നുകൂടി ഇത് റിമൂവ് ചെയ്യാണ്. ഇപ്പം ഒരു കോമൺ ആയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു കോമൺ ആയിട്ട് ഒരു റീറ്റെയിലർ ചിന്തിക്കുന്ന എന്താണ്, റെസിസ്റ്റൻസ്
അവരെന്താ വിചാരിക്കുന്നത്, മാർക്കറ്റ് ഇതിന് മുകളിലേക്ക് പോയിട്ട് ഓക്കെ ഒരു റീടെസ്റ്റിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകും. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരുപാട് ആളുകൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഒരു ട്രേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതാണ്. ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ മുകളിലാണ് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ എടുക്കും, ഒരുപാട് ആളുകൾ എടുക്കും. ഓക്കെ, ഒരുപാട് ആൾ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആ ഒരു വോയിസ് ഇല്ലാതെ റെക്കോർഡ് ചെയ്യുന്നതിൽ പറഞ്ഞത് നമ്മളുടെ എക്സിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ എൻട്രി പോയിന്റ് ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രൈസ് ഇത്രയും ട്രാവൽ ചെയ്തു. ഓക്കെ, ഈ ഒരു ബോട്ടത്തിൽ നിന്ന് നമ്മൾ എവിടുന്നാണ് ആക്ച്വലി ഇതെടുത്തത്, കറക്റ്റ് പ്രൈസിൻ്റെ ആ ഒരു ഒറിജിൻ പോയിന്റ്, ഈ ഒരു അപ് ട്രെൻഡിൻ്റെ ഒറിജിൻ പോയിന്റ് ഒരു റിവേഴ്സൽ പോലെയാണ് നമ്മൾ മാനിപ്പുലേഷൻ കഴിഞ്ഞ് ഇവിടെയുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാം ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ എൻട്രി വന്നത്. ഇപ്പം നിങ്ങൾ നോക്കിക്കോ, ഒരുപാട് പേര് ഇവിടെ എൻട്രി എടുക്കും. ഓക്കെ, ഈ ക്യാൻഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തോ. സോറി, നമുക്ക് യെല്ലോ കൊടുക്കാം. നോക്കൂ എന്താണ് സംഭവിച്ചത്, നിങ്ങൾ മനസ്സിലാക്കുക. ഞാനത് ബൈ ആയിട്ട് കട്ട് ചെയ്ത് ചെയ്യുന്ന വീഡിയോ ആണ്. കാരണം ഇതിൻ്റെ കൂടെ നമ്മൾ കറക്റ്റ് മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് കമൻട്രി പറയാന്നുള്ളതല്ല. നമ്മൾ ചെയ്യുന്ന എക്സിക്യൂഷൻ അതെങ്ങനെയാണെന്ന് പഠിപ്പിച്ചാൽ മാത്രം പോരാ, അത് നിങ്ങൾ കാണിച്ചു തരിക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട്ണർ നമ്മൾ എവിടെയാണ് വീഡിയോ നിർത്തിയത്, നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തു, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എക്സിറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സ്ഥലത്താണ് ബാക്കിയുള്ളവർ എൻട്രി എടുക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ ഒരു ക്യാൻഡിൽ പ്ലസ് നിങ്ങൾ ഈ ഒരു വോളിയം നോക്ക്, ക്യാൻഡിലും ബുള്ളിഷ് മർബോസു വോളിയം, നല്ലൊരു വോളിയം. ഒരുപാട് പേര് ഇവിടെ കയറി ബൈ ചെയ്യും, കാരണം എന്താണ്, ഇവരാരും താഴേന്ന് ബൈ ചെയ്യാത്ത ആളുകളാണ്. എല്ലാവരും എന്താണ് ഇതിനൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ ഈ റെസിസ്റ്റൻസ് നിന്ന് ബൈ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, റെസിസ്റ്റൻസ് നിന്ന് ബൈ ചെയ്യുന്ന സമയത്ത് ഫെയിൽ ആവാം, സക്സസ് ആവാം. പക്ഷേ സക്സസ് റേറ്റ് എപ്പോഴും കുറവായിരിക്കും. കാരണം റെസിസ്റ്റൻസിൽ നിന്ന് ബൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ഹൈ പ്രൈസിനായിരിക്കും നിങ്ങൾ ബൈ ചെയ്യുന്നതെന്ന് ആലോചിക്കുക. സപ്പോർട്ടിൽ നിന്ന് സെല്ല് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ ഏറ്റവും കുറവ് പ്രൈസിനാണ് സെല്ല് ചെയ്യുന്നത്. ആക്ച്വലി എന്താണ്, ബൈ ചെയ്യുമ്പോൾ ലോ പ്രൈസിനും സെല്ല് ചെയ്യുമ്പോൾ ഹൈ പ്രൈസിനുമാണ് ചെയ്യേണ്ടത്. ഇവിടെ പല ആളുകൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന അതാണ്, റെസിസ്റ്റൻസിൽ നിന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുക, സപ്ലൈ സോണ് ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുക, ഡിമാൻഡ് സോണ് ബ്രേക്ക് ചെയ്യുമ്പോൾ സെല്ല് ചെയ്യുക. ഓക്കെ, സപ്ലൈ സോണിൽ നിന്ന് റിവേഴ്സൽ വരുമ്പോൾ സെല്ല് ചെയ്യുക, ബ്രേക്ക് ചെയ്യുമ്പോൾ ബൈ ചെയ്യുക. ഇങ്ങനെയൊന്നും അല്ല കാര്യം. നിങ്ങൾ ലിക്വിഡിറ്റി കോൺസെപ്റ്റ് ചെയ്യുക. ലിക്വിഡിറ്റി എവിടെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ലിക്വിഡിറ്റി എവിടെ സ്വീപ്പ് ചെയ്യുന്നു, ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്താൽ നെക്സ്റ്റ് ലിക്വിഡിറ്റിയിലേക്കായിരിക്കും പ്രൈസ് പോവുക. കാരണം എന്താണ്, ഈ ലിക്വിഡിറ്റി ബേസിലാണ് മാർക്കറ്റ് പോകുന്നത്. ഓൺലി ബൈയിങ് പ്രഷർ സെല്ലിങ് പ്രഷറും അല്ല, ബൈയിങ് പ്രഷറിലും സെല്ലിങ് പ്രഷറിലും ആണ് പ്രൈസ് പോകേണ്ടതെങ്കിൽ ജസ്റ്റ് സൂം ചെയ്യ്. നിങ്ങൾ നോക്ക്, ഈ ഒരു ലൈൻ നമ്മളുടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, അത് ഇന്നലത്തെ ഹൈ ആണ്. ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്തത് ഒരു ബൈയിങ് പ്രഷറുള്ള ക്യാൻഡിലല്ലേ. അപ്പോൾ ബൈയിങ് പ്രഷറിൻ്റെ ബേസിലാണ് പോകേണ്ടതെങ്കിൽ മാർക്കറ്റിൽ പ്രൈസ് ഇങ്ങനെ പോകണ്ടേ. എന്തുകൊണ്ട് ഇത് ഇവിടുന്ന് തിരിഞ്ഞ്? ഓക്കെ, പല ആളുകൾക്കും പല പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് പോലും അറിയാത്ത കാര്യമാണ്. എന്താണ് പ്രൈസ് ഇവിടുന്ന് തിരിഞ്ഞതിൻ്റെ കാര്യം എന്താ, ഇവിടുത്തെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ഇവിടെയൊക്കെ സെല്ല് ചെയ്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇവിടുന്ന് കളക്ട് ചെയ്തു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. വേണമെങ്കിൽ ഞാൻ നേരത്തെ പഠിച്ച സ്കെയിൽ കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്താണ് അക്യുമുലേഷൻ. അക്യുമുലേഷൻ സംഭവിച്ചു. മാനിപ്പുലേഷൻ സംഭവിച്ചത് എവിടെയാണ്? മാനിപ്പുലേഷൻ. ഓക്കെ, ആ മാനിപ്പുലേഷനിലേക്ക് റിട്ടേൺ വന്നു. ഓക്കെ, മാനിപ്പുലേഷനിൽ റിട്ടേൺ വന്നു. നെക്സ്റ്റ് എന്താണ്? ഇതാണ് ആക്ച്വലി ഡിസ്ട്രിബ്യൂഷൻ. മനസ്സിലായല്ലോ? അക്യുമുലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞത് വെറുതെ പറയല്ല, ലൈവിൽ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, AMD പവർ ഓഫ് 3. പലർക്കും അറിയാത്തതും പലർക്കും അറിയുന്നതും അറിയുന്നവർ ഉപയോഗിക്കാത്തതുമായിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, ഇനി എന്താണ്, ഇപ്പം പ്രൈസ് ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്തതിൻ്റെ ലോജിക്ക് എന്താണെന്ന് അറിയണോ നിങ്ങൾക്ക്? അതൊന്നാണെങ്കിൽ നമുക്ക് പറയാം. ഞാനതിന് മുന്നേ ഇതൊന്ന് ക്ലോസ് ആക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കുക, ലിക്വിഡിറ്റി
മുഴുവനായിട്ട് മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തു. എന്താണ്? ലിക്വിഡിറ്റി സ്വീപ്പ്. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ്. അതിനുശേഷം പ്രൈസ് താഴേക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് പോയി. എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് പോയി. അതിനുശേഷം എന്താണ്? ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഓക്കെ, പ്രൈസ് താഴേക്ക് വന്ന് ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് റിമെയിൻസ് ചെയ്ത് താഴേക്ക് പോയി. ഓക്കെ, അപ്പോൾ എന്താണ്? തിരിച്ച് പ്രൈസ് മുകളിലേക്ക് വന്നിട്ട് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഈ ഒരു ഏരിയ ആണ് നമ്മളുടെ ഇൻഡ്യൂസ്മെൻ്റ് അഥവാ IDX. ഓക്കെ, ഇൻഡ്യൂസ്മെൻ്റ് അഥവാ IDX. പ്രൈസ് ആ മാനിപ്പുലേറ്റ് ചെയ്ത ഏരിയനെയാണ് ആക്ച്വലി സപ്ലൈ ഓർഡർ ബ്ലോക്ക് ആക്കിയിട്ട് പ്രൈസ് താഴേക്ക് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. അല്ലാതെ പ്രൈസ് മുകളിലേക്ക് പോയിട്ടല്ല. എങ്ങനെയാണ് പ്രൈസ് ഒരു സ്ഥലത്ത് നിന്ന് റിജക്റ്റ് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയണം. അല്ലാതെ ഇത് സെൽ ഓഫ് ആണെന്നല്ല, അല്ലെങ്കിൽ ഇതൊരു ഷോർട്ട് കവറിങ്ങോ അല്ലെങ്കിൽ ലോങ് അൺവൈൻഡിങ് ആണോ, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. ലോജിക്കിന് പുറകെ പോവുക. ഓക്കെ, ലോജിക്കിന് പുറകെ പോവുക. ലോജിക്ക് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ആളെങ്ങനെയാണ് ലോജിക്കലി ചെയ്യുന്നതെന്ന് നോക്കുക. അല്ലാതെ ഒരു കാരണവശാലും P&Lൻ്റെ പുറകെ പായരുത്. P&Lൻ്റെ പുറകെ പായരുത്. ഒരാൾ ചാർട്ട് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നനുസരിച്ച് ഇരിക്കും ആ ആളുടെ ആ ഒരു സ്കില്ലും കാര്യങ്ങളും. എനിക്കിപ്പം വേണമെങ്കിൽ ഇപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ ഇപ്പോൾ EMI ഒന്നുമില്ല. അപ്പം EMI ഇങ്ങനെ പോകുന്നുണ്ടാവും, ഇങ്ങനെ പോകുന്നുണ്ടാവും, ഇങ്ങനെ പോകുന്നുണ്ടാവും. മാഗ്ഡി ഇങ്ങനെ പോകുന്നുണ്ടാവും, സ്റ്റൊക്കാസ്റ്റിക്സ് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഓക്കെ, വേറെ കുറച്ച് ആൾക്കാർ ബൊളിഞ്ചർ ബാൻഡ്സ് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഓക്കെ, പിവറ്റ് ലൈന് ഇപ്പം ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ പിവറ്റ് ലൈൻ ഉണ്ടാവും. ചിലപ്പോൾ CPR നാരോ ആയിട്ടായിരിക്കും. ഇതൊന്നും ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, പ്രൈസ് ആൻഡ് വോളിയം. പ്രൈസ് പ്ലസ് വോളിയം. പ്രൈസ് എവിടെയാണ് ഉള്ളത്? ഇതാണ് പ്രൈസ്. വോളിയം എവിടെയാണ്? ഇവിടെ ഉണ്ട്. പ്രൈസും വോളിയവും മാത്രം നോക്കിയാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്നല്ല, അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. പ്രൈസും വോളിയവും മാത്രം മതി ആക്ച്വലി ഒരു സൂപ്പറായിട്ട് ചെയ്യാൻ. പ്രൈസും വോളിയം. പ്രൈസ് എന്ത് പറഞ്ഞു തരും? പ്രൈസ് ഗീവ്സ് ദ ഡയറക്ഷൻ, അതുപോലെ വോളിയം ഗീവ്സ് ദ ട്രാൻസാക്ഷൻ. ഇത് രണ്ടും മതി. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഡിക്കേറ്ററും പ്രൈസും വോളിയും അതിനനുസരിച്ചാണ് അത് വർക്ക് ചെയ്യുന്നത്. പ്രൈസും വോളിയം കാണാൻ നമുക്ക് രണ്ട് കണ്ണുള്ള സമയത്ത് എന്തിനാണ് അതിനെ ബേസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ യൂസ്ലെസ് ആണ്. ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സ് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഒരു പിവറ്റ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുന്നതിൻ്റെ ലോജിക്ക് എന്താണ്? ഇതെല്ലാവരും ആഡ് ചെയ്ത് വെക്കണതാണ്. മനസ്സിലായില്ലേ? ഒരു പിവറ്റ് പോയിന്റ്, ഇപ്പോൾ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുന്നതിൻ്റെ ഒരു ലോജിക്ക് എന്താണ്? സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കുറച്ചെങ്കിൽ താഴേക്ക് പോകുന്ന ലോജിക്ക് എന്താ? ഈ സപ്പോർട്ട് അല്ലെങ്കിൽ എന്നാൽ ഈ ഒരു പിവറ്റ് ലൈൻ സപ്പോർട്ട് എല്ലാവരും ഇൻഡിക്കേറ്ററിൽ പോയിട്ട് പിവറ്റ് പോയിന്റ് സ്റ്റാൻഡേർഡിന് അടിച്ചു വെച്ച് അവിടെ കാണുമ്പോൾ എല്ലാവരും പാടി സെല്ല് ചെയ്യുമ്പോൾ ആ ഒരു പ്രഷറിൽ പോയി പോകുന്ന സാധനമാണത്. ഓക്കെ, EMA ക്രോസ് ഓവർ എന്ന് പറയുമ്പോൾ എന്താണ്? EMAയിൽ ഒരു ക്രോസ് വരുന്ന സമയത്ത് നിങ്ങൾ മാത്രമല്ല, 50 മുതൽ 500 വരെയുള്ള EMA ഒരുപാട് ആളുകൾ ചെയ്തു വെക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ എല്ലാവരുടെ ഇമോഷനും ക്ലബ്ബായിട്ട് ഒരു ഡയറക്ഷനിൽ പോകുന്നതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ചാർട്ട് എപ്പോഴും ക്ലീനായിട്ട് വെക്കുക. ഓക്കെ, ചാർട്ട് എപ്പോഴും ക്ലീനായി വെക്കുക. പ്രൈസും വോളിയവും ഇൻഡിക്കേഷൻ തരാനുള്ള സമയത്ത് നമ്മൾ നോക്കി നിൽക്കുന്നത് ഇൻഡിക്കേറ്ററിൻ്റെ കണ്ണിലേക്കാണ്. പ്രൈസിനെയും വോളിയും നോക്കാതെ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് കണ്ണൊന്നൊട്ട് നമ്മൾ നോക്കിയിരിക്കും. ഇൻഡിക്കേഷൻ തരുന്നുണ്ടോ? പ്രൈസും വോളിയും ഇൻഡിക്കേഷൻ തന്നടോ. പ്രൈസും വോളിയും ഇൻഡിക്കേഷൻ തന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇൻഡിക്കേറ്ററും നോക്കി ഇങ്ങനെ ഇരിക്കലേ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ICT മാർക്കറ്റ് മേക്കേഴ്സ് സീരീസ് 1, 2, 3, 4 ഇപ്പം 4ൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് 5ഉം ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ആ ഒരു സീരീസ് അതുപോലെ കാണാൻ ശ്രമിക്കുക. ICT ഫൗണ്ടേഷൻ ബേസ്ഡ് വീഡിയോ മലയാളത്തിൽ പച്ചവെള്ളം പോലെ പച്ച മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാസ്റ്ററിങ് സീരീസും ഇതുപോലെ തന്നെ പച്ചവെള്ളത്തിൽ പച്ച മലയാളം പോലെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇൻ ഓർഡറായിട്ട് കാണുക. 2 പ്രാവശ്യം കാണുക, 3 പ്രാവശ്യം കാണുക, ചെയ്ത് നോക്കുക. ഓക്കെ, ബാക്ക് ടെസ്റ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, ഇപ്പം മെയിൻലി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചാർട്ടിൽ എല്ലാ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കുക. എല്ലാ ഡിസ്ട്രാക്ഷൻസും EMAയും ഇതൊക്കെ EMA ഒക്കെ വെച്ച് ചെയ്യുന്ന ആളുകളോട് ഞാൻ പറയുന്നില്ല. തുടക്കക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് ഇൻഡിക്കേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, കണ്ണുകൊണ്ട് കണ്ട്
കണ്ണ് ട്രെയിൻഡ് ആവും. കണ്ണിൻ്റെ കാഴ്ച കുറച്ച് കുറയുമെങ്കിൽ പോലും കണ്ണ് ട്രെയിൻഡ് ആവും. ഓക്കെ. അല്ലാതെ പാറ്റേൺസും ഇതും അതൊന്നും നോക്കണ്ട. അതൊക്കെ ഭാഗ്യം, ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫേവറബിൾ ആയിട്ട് വന്നോളൂ. ലോജിക്കിൻ്റെ പുറകെ പോവുക. ഓക്കെ. ലോജിക്കിൻ്റെ ഔട്ട്കമത്തിൻ്റെ പുറകെ പോവരുത്, ലോജിക്കിൻ്റെ പിന്നാലെ പോവുക. ഓക്കെ. ഇപ്പോൾ നമ്മളുടെ ആ ഒരു സെഷൻ കഴിയുകയാണ് ഇവിടെ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.